ഇവിടെ ഒരു സാധാരണ കുടുംബത്തിലെ ലേഡി റിച്ചായ ഒരു പാർട്ടിക്ക് പോകുന്നതിനായി ഡ്രസ്സ് വാങ്ങാനായി വരുന്നു. പക്ഷെ ആ ഷോപ്പിൽ ഉണ്ടായിരുന്ന ഡ്രസ്സിൽ ഏത് വാങ്ങണമെന്നറിയാതെ കൺഫ്യൂസ് ആവുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാവകളും ഇവർക്ക് വേണ്ടി ഒരു പാവയ്ക്ക് നേരെ കൈ ചൂണ്ടുന്നതായി ഇവർ തന്നെ ഇമാജിൻ ചെയ്യുന്നു. ആ ഡ്രസ്സ് കണ്ടതും അവർക്ക് വളരെയധികം ഇഷ്ടമാവുന്നു. പക്ഷെ ആ ഡ്രസ്സ് വളരെയധികം കോസ്റ്റ്ലി ആണ്. അത് വാങ്ങാനുള്ള കാശ് അവരുടെ പക്കൽ ഇല്ലാതിരുന്നത് കൊണ്ട് ആ ഡ്രസ്സ് സൂക്ഷിച്ചു നോക്കി അതുപോലുള്ള ഒരു തുണി ചീപ്പ് റേറ്റിന് വാങ്ങിക്കൊണ്ടുവരുന്നു. എന്നിട്ട് നോക്കി വെച്ച ഡ്രസ്സ് ആലോചിച്ച് അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവർക്ക് ടേബിളിനടിയിൽ നിന്ന് ഒരു ടാഗ് ഉള്ള ബട്ടൺ കിട്ടുന്നു. അതിലൊരു പഴയ ഡേറ്റ് എഴുതിയിരിക്കുന്നു. ഉടനെ ഇവർ ആ ടാഗ് മാറ്റിയിട്ട് അത് അവരുടെ ഡ്രസ്സിൽ വെച്ച് തയ്ക്കുന്നു. ഇപ്പോൾ അടുത്ത ദിവസം പാർട്ടിക്ക് പോകുമ്പോൾ ഇവർ തയ്ച്ച ഡ്രസ്സ് കണ്ട് എല്ലാവർക്കും ചിരി വരുന്നു. കാരണം ഇവർ ആ ബ്രാൻഡഡ് ഡ്രസ്സ് കണ്ട് തയ്ക്കാൻ അറിയാതെ തയ്ച്ചതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. അപ്പോൾ അവിടെ പാർട്ടിക്ക് വന്നൊരു ലേഡി അത് അവരുടെ ആന്റിയുടെ ബട്ടൺ പോലെ തോന്നുന്നു. പക്ഷെ അവർ മരിച്ചുപോയെന്ന് പറയുന്നു. ഇവർ സംശയം തോന്നി ആ ബട്ടൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ആ ലേഡി പറഞ്ഞ അതേ പേര് എഴുതിയിരിക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്നതും അതുപോലെ ടാഗുള്ള ഒത്തിരി വസ്തുക്കൾ സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടുന്നു. നോക്കുമ്പോൾ അതെല്ലാം മരിച്ചവരുടെ വസ്തുക്കളാണ്. അതിൽ അവർ മരിച്ച ഡേറ്റും എഴുതിയിരിക്കുന്നു. അതിൽ ഒരു ടാഗിൽ മാത്രം കഴിഞ്ഞ ദിവസത്തെ ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇവരുടെ ഹസ്ബൻഡ് ഒത്തിരി പേരെ കൊന്നൊരു കൊലപാതകയാണെന്ന് മനസ്സിലാവുന്നത്.